ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2025 പ്രധാനപ്പെട്ട കേരള സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ചാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള. 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. രണ്ടാമത്തെ വ്യക്തി തകഴി. മൂന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ബാലാമണി അമ്മ. 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് കെ സച്ചിദാനന്ദൻ. 2018 എം മുകുന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവന്. 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്. 2023 എസ് കെ വസന്തൻ. 2022 സേതു. 2021 പി വത്സല. സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. വയലാർ അവാർഡ്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1977. വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. പ്രഥമ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനം. 1977 ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. കൃതി അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. രണ്ടാമത് ലഭിച്ചത് കെ ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്ക്. 43ാമത് വയലാർ അവാർഡ് 2019 നേടിയത് വി ജെ ജെയിംസ് ആണ്. കൃതി നിരീശ്വരൻ. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ. കാട്ടൂർക്കടവ് എന്ന കൃതിക്ക് അശോകൻ ചെരുവിലിനാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചത്. 2023 ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം. 2023 ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് 47ാമത് വയലാർ അവാർഡാണ്. 2022 എസ് ഹരീഷ് മീശ. 2021 ബെന്യാമിൻ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 1985 എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചു. രണ്ടാമൂഴം. ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ചരമദിനമായ ഫെബ്രുവരി 2 ഓടക്കുഴൽ അവാർഡ് സമ്മാനിക്കുന്നത്. ഓടക്കുഴൽ പുരസ്കാരം നൽകി തുടങ്ങിയത് 1969. പ്രഥമ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 1969 ഓടക്കുഴൽ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 30,000 രൂപയാണ്. ഓടക്കുഴൽ പുരസ്കാരം 2024 ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിന്. ഗോപ എന്ന നോവലിനാണ് 2024 അരവിന്ദാക്ഷന് ലഭിച്ചത്. 2023 പി എൻ ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഗോപികൃഷ്ണന് ലഭിച്ചത്.
2022 അംബികാസുധൻ മങ്ങാട് കൃതി പ്രാണവായു. 2021 സാറ ജോസഫ് ബുധിനി എന്ന നോവലിന്. വള്ളത്തോൾ പുരസ്കാരം. മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് വള്ളത്തോൾ സാഹിത്യ സമിതി നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. 1991 മുതൽ നൽകി വരുന്നു. ആദ്യ ജേതാവ് പാലാ നാരായണൻ നായർ. 1991 വള്ളത്തോൾ പുരസ്കാരം ആദ്യം നേടിയത് പാലാ നാരായണൻ നായർക്കാണ്. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 1,11,111 രൂപയാണ്. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മ 1994. 2019 ലഭിച്ചത് പി സക്കറിയ. 2018 ലഭിച്ചത് എം മുകുന്ദൻ. 2017 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. ഹരിവരാസനം പുരസ്കാരം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന പുരസ്കാരം. പുരസ്കാരത്തുക 1,00,000 രൂപ. ഹരിവരാസനം പുരസ്കാരത്തുക 1,00,000 രൂപയാണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസൻ, 13ാമത് ഗായകൻ. 2023 ശ്രീകുമാരൻ തമ്പി. 2022 ആലപ്പി രംഗനാഥ്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. പ്രഥമ പുരസ്കാര ജേതാവ് കെ ജെ യേശുദാസ്. 2012 ഹരിവരാസനം പ്രഥമ പുരസ്കാരം കിട്ടിയത് കെ ജെ യേശുദാസിനാണ്. പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം 1996 ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പുത്തൂരിനാണ്. പുരസ്കാര തുക 75,000 രൂപയും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2023 സുഭാഷ് ചന്ദ്രൻ. 2020 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.